നീ ഒരു കൊല്ലംകാരി ആയതുകൊണ്ട് നീ ചെയ്യുന്ന വീഡിയോസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യുക. ഇന്നലെ ഞാനേ കണ്ണൂർ തെയ്യം കാണാൻ വന്നതിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നേ. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് കണ്ണൂരിന് അടിപൊളിയാണ്, അതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ വീഡിയോക്ക് ഇടയ്ക്ക് ഞാൻ എവിടെ ഒന്ന് മെൻഷൻ ചെയ്തു ഞാൻ കൊല്ലത്തു നിന്നാണ്, എന്റെ നാട് കൊല്ലമാണെന്ന്. പിന്നെ ആർക്കും കണ്ണൂരിനെ കുറിച്ചും കേൾക്കണ്ട, കണ്ണൂരിന്റെ ഭംഗിയെ കുറിച്ച് ഞാൻ പറയുന്നത് പറയണ്ട. തുടങ്ങിയില്ലേ കൊല്ലത്തിനെ കുറിച്ച് കുറെ പേര് ഒരുപാട് മോശം കമന്റ്സ് ഇട്ടു. ഈ കമന്റ്സ് ഇട്ടവരൊക്കെ ഒരു ദിവസമെങ്കിലും കൊല്ലത്ത് വന്ന് നിന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന രീതിയിലാണ് കമന്റ്സ് ഇട്ടത്. ഞാൻ കണ്ണൂർ പോയപ്പം ഭയങ്കര അടിപൊളി കണ്ണൂരുകാരെയാണ് കണ്ടത്. പക്ഷെ ഇന്നലെ എന്റെ കമന്റ് ബോക്സിൽ അത്ര അടിപൊളി ആയിരുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല കൊല്ലം. നിങ്ങൾ കുറച്ചാൾ ഇവിടെ വന്നെന്ന് നോക്കുക. ഈ പറയുന്നവരൊക്കെ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത്ര മോശമായിട്ടാണോ കൊല്ലത്തിനെ കുറിച്ച് വിചാരിച്ചേക്കുന്നത്? കുറച്ചുനാൾ ഇവിടെ വന്ന് താമസിച്ച് നോക്കുക. ഇവിടുത്തെ ഒരു ഇതറിയാം. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സിൻസിയറും കുറച്ച് സെൻസിറ്റീവാണ്. ഒരു ചതിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഇന്നലെ കുറെ കമന്റ്സ് വന്നിരുന്നു ഇവിടെ ഉള്ളത് എല്ലാവരും ക്രിമിനൽസ് ആണ്, ഇവരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് ബില്ല് പേ ചെയ്യാത്ത ആൾക്കാരാണ്. ആൻഡ് കൊല്ലം കേൾക്കുമ്പോഴേ അറപ്പാണ് തോന്നുന്നത്. ആൻഡ് പപ്പടത്തിനും ലേസിനും പപ്പടത്തിന്റെ ഇഷ്യൂ ഒക്കെ നടന്നത് നിമാര് മനസ്സിലാക്കാതെ ആലപ്പുഴയിലാണ്, അത് കൊല്ലത്തല്ല. ആൻഡ് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം വന്ന ഒരു കമന്റ്, കൊല്ലത്തെ ആൾക്കാർ ഭയങ്കര സെൽഫിഷ് ആണെന്നൊരു കമന്റ് വന്നു. പ്രളയരക്ഷാ പ്രവർത്തനത്തിന് കൊല്ലത്ത് നിന്ന് കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ പുറപ്പെട്ടു. അഴീക്കൽ നിന്ന് 8ഉം നീണ്ടകരയിൽ നിന്ന് 7ഉം വള്ളങ്ങളാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ രക്ഷാപ്രവർത്തനത്തിന് കൊല്ലത്ത് നിന്നും പോയ മത്സ്യത്തൊഴിലാളികൾ മടങ്ങിയെത്തി. വെള്ളക്കെട്ടുകളിൽ കുടുങ്ങിയവരുടെ ജീവൻ രക്ഷിച്ച സമാധാനത്തിലാണ് എല്ലാവരും. കൊല്ലത്ത് നിന്നുള്ള ആദ്യ സംഘം പുറപ്പെട്ടു. 10 വള്ളങ്ങളും 20 മത്സ്യത്തൊഴിലാളികളുമാണ്. അവരെ ആരും വിളിച്ചതല്ല, എന്നിട്ടും അവരെത്തി. ഒരുപാടങ്ങട് പുച്ഛിക്കല്ലേ സാറേ. കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്ന ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചത് നല്ല കരളുറപ്പുള്ള കടലിന്റെ മക്കളായ ഞങ്ങളാ. അല്ലാതെ ജെട്ടി പുറത്തിട്ടിറക്കണ സൂപ്പർമാൻ അല്ല, ഫിഷർമാൻ.